സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അവതാരങ്ങളിൽ പ്രധാനപ്പെട്ട അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം. എന്തുകൊണ്ട് ചോദിച്ചാൽ ഭാഗവതം പറയുന്നു കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ബാക്കി അവതാരങ്ങളിൽ ഭഗവാൻ തൻ്റെ മുഴുവൻ ശക്തി, തൻ്റെ ഗുണം കാണിച്ചിട്ടില്ലേ പറഞ്ഞാൽ അർത്ഥം കാണിക്കാൻ പറ്റാതായി. ഇപ്പം നരസിംഹം എൻ്റെ അച്ഛനാണ് പറഞ്ഞ് തൂണ് ഇങ്ങനെ പൂജിക്കാൻ പറ്റില്ല. നരസിംഹത്തിന് പിതൃഭക്തി ഉണ്ടാവും, പക്ഷേ അത് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഓരോ അവതാരങ്ങളിൽ ഓരോ ഗുണങ്ങൾ പ്രകാശമായി ഭഗവാൻ കാണിച്ചു തരുന്നു. രാമായണത്തിൽ
രാമൻ സാധാരണ ഗുഹണപ്പോളും ഒരു കാട്ടാളനായ ഗുഹണപ്പോളും ആളിനെ ചെയ്യാൻ വരുന്നു. രാമൻ ഒരു കുരങ്ങനായ സുഗ്രീവനെയും ആളിനെ ചെയ്യാൻ വരുന്നു. ആദ്യം അവർക്ക് പേടിക്കുന്നു. രാമൻ്റെ ദിവ്യരൂപം കാണുമ്പോൾ ഞങ്ങൾ സാധാരണ ഞങ്ങളൊക്കെ ദാസന്മാരാണ്, ഭയം പ്രേക്ഷ്യ. അതുകൊണ്ടാണ് രാമൻ വിചാരിച്ചു ഇത് ശരിയാവില്ലേ, കുറച്ച് ഗോപാലനായി വരണം. രാജാവ് വരുന്നതിനാൽ ഗോപാലനായി വരുമ്പോഴാണ് എല്ലാവർക്കും എളുപ്പത്തിൽ നമ്മുടെ അടുത്ത് എത്താൻ സാധിക്കും വിചാരിച്ചിട്ടാണ് തൻ്റെ സൗന്ദര്യം സൗശീല്യം ഒക്കെ കൂടുതലാക്കി കൃഷ്ണാവതാരത്തിൽ. അതുകൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ബാക്കി അവതാരങ്ങളൊക്കെ അംശാംശ അവതാരങ്ങൾ എന്നാണ് ഗർഗസംഹിതയിൽ ഗർഗാചാര്യൻ എടുത്തു പറയുന്നു. ചില അവതാരങ്ങൾ അംശാവതാരം, ബലരാമൻ അംശാവതാരം, തത്ര അംശേന അവതീർണസ്യ. ചില അവതാരങ്ങൾ ആവേശ അവതാരം, പരശുരാമൻ ആവേശം. സാധാരണ ഒരു ബ്രാഹ്മണ കുട്ടിക്ക് ക്ഷത്രിയന്മാരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ക്ഷത്രിയന്മാർ എന്തൊക്കെ കഴിക്കുന്നു? ബ്രാഹ്മണൻ സാധാരണ പഴം കിഴങ്ങ് കഴിക്കുന്ന ഒരു പരശുരാമനക്ക് ക്ഷത്രിയന്മാരെ അടിച്ചു വീഴ്ത്താനുള്ള കഴിവ് എങ്ങനെ വന്നു ചോദിച്ചാൽ അത് ഭഗവാന്റെ ആവേശമാണ്. ഇല്ലെങ്കിൽ ബ്രാഹ്മണന്മാർ പേടിക്കുന്ന ആൾക്കാരാണ്. അടുത്ത വീട്ടിൽ ശണ്ട കൂടിയാൽ തന്നെ അടുത്ത വീട്ടിൽ ശണ്ടയെന്ന് പറഞ്ഞ് ഇവർക്ക് കുത്തി പേടിച്ചിരിക്കും. ബ്രാഹ്മണന്മാരെ ശണ്ടയിടുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ വാഴയുടെ മുമ്പിൽ ഇത് ഈ ശാപ്പർ വായിക്കും കഴിക്കും ശണ്ട, അത് നന്നായിട്ട് അവർ കഴിയും. അപ്പോൾ ബാക്കി യുദ്ധം അവർക്ക് പറ്റില്ല. ഇവിടെ പരശുരാമൻ യുദ്ധം ചെയ്തു പറഞ്ഞാൽ പരശുരാമനിലെ വിഷ്ണുവിൻ്റെ ആവേശം, അത് ആവേശ അവതാരമാണ്. അതേപോലെ ജ്ഞാനാവതാരം, ജ്ഞാനകലാവതാരമാണ് കപിലൻ, വ്യാസൻ മുതലായ അവതാരങ്ങൾ. അതേപോലെ ഓരോരോ കല കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ പൂർണ്ണാവതാരമായിട്ട് പറയുന്നു നരസിംഹാവതാരം, പൂർണ്ണതരാവതാരം ശ്രീരാമാവതാരം, പരിപൂർണ്ണ തമാവതാരം, ഏകദം സൂപ്പർലേറ്റീവ് ഡിഗ്രി പറയാറുണ്ടല്ലോ, അങ്ങനെയാണ് ശ്രീകൃഷ്ണ അവതാരം. ആ കൃഷ്ണാവതാരത്തിന് മുമ്പ് തന്നെ ഭഗവാൻ വാമനായി ജനിച്ചിട്ടുണ്ട്. വാമനത്വാച്ച വാമന. ഈ ദേവകി വസുദേവന്മാരെ നോക്കി ഭഗവാൻ തന്നെ പറയുന്നു, ത്വമേവ പൂർവസർഗേ ഭൂഹു സ്വയംഭുവേ സതി. ആദ്യത്തെ കൃതയുഗത്തിൽ നിങ്ങൾ സുതപസ് പൃശ്നി എന്ന ദമ്പതിമാരായിരുന്നു. നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ പുത്രനായി ജനിച്ചു. പൃശ്നിഗർഭ ഇതി ശ്രുത. കുറേ കാലം അവർ തപസ് ചെയ്തു. അപ്പോഴാണ് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ യുവാംബൈ ബ്രഹ്മണാദിഷ്ടോ പ്രജാസർഗേ യഥാതഥ. ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് തപസ് ചെയ്തപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു വരദരാജനായി. പ്രാദുരാസം വരദരാജ്. അപ്പോൾ പൃശ്നിഗർഭൻ, ഈ പൃശ്നിഗർഭൻ പറയുന്ന ഭഗവാന്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഈ സംസാര കൂപത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ തവണ ഈ സുതപസ്പൃഷ്ടി വീണ്ടും ജനിച്ചു. കശ്യപനായും അതിഥിയായും ജനിച്ചു. അപ്പോൾ ഭഗവാൻ അവതാരം ചെയ്തു വാമനത്വാച്ച വാമന. ഏറ്റവും ചെറിയ ഉണ്ണിയായതുകൊണ്ടാണ് വാമനായി. വാമനൻ പറഞ്ഞാൽ ശരിയായ അർത്ഥം ഇവിടെ ശ്രീധരസ്വാമികൾ വ്യാഖ്യാനിക്കുമ്പോൾ ദുഷ്ടാനാം മതം വമയതീതി വാമന. ദുഷ്ടന്മാരുടെ ആ അഹങ്കാരം, മതം, അത് വാമിച്ച് ഛർദ്ദിപ്പിക്കുന്ന, അതുകൊണ്ടാണ് വാമനം. പിന്നെ ചെറുതായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം കൂടുതലാണ്. അങ്ങനെ വാമനനായി ജനിച്ചു. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നു. ഏതായാലും നമുക്കിപ്പോൾ പറയേണ്ട അവതാരം വാമനാവതാരമാണ്. നമുക്ക് തോന്നിപ്പോൾ കൃഷ്ണാവതാരം പറഞ്ഞിട്ട് പിന്നെ വാമനാവതാരം പറഞ്ഞാലോ എന്ന് വിചാരിക്കേണ്ട. പ്രഭാഷണം പതുക്കേ വരുള്ളൂ, വായന കുറച്ച് മുമ്പോട്ട് പോകും. അപ്പോൾ പ്രഭാഷണം കേട്ടില്ലേ വിഷമിക്കേണ്ട. എന്തായാലും യൂട്യൂബിലുണ്ടാവും, മുംബൈ ചന്ദ്രുജി എന്ന് എഴുതാൻ മതി. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാം. ഇടയ്ക്ക് പാടുന്ന പാട്ടുകളൊക്കെ അവിടെ കേൾക്കാം. ഇപ്പോൾ ഭഗവാന്റെ വാമനാവതാരം 9 ഭക്തിയാണ് ഇവിടെ പ്രഹ്ലാദൻ പറയുന്നു. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 ഭക്തിക്ക് ഓരോരാളെ ഉദാഹരണം പറയുമ്പോൾ ഇവിടെ ആത്മനിവേദനം 9ാമത്തെ ഭക്തി, ടോട്ടൽ സറണ്ടർ പറയാറുണ്ടല്ലോ.
അതിന് ഉദാഹരണമായിട്ട് ബലിചക്രവർത്തിയെ വർണ്ണിക്കുന്നു. സർവസ്വാത്മ നിവേദനേ ബലിരഭൂത്. ഈ ബലിചക്രവർത്തി ദേവാസന യുദ്ധത്തിൽ മയങ്ങി വീണപ്പോൾ ശുക്രാചാര്യൻ മന്ത്രം ചൊല്ലി അദ്ദേഹത്തിനെ ശരിയാക്കി. അപ്പോഴാണ് ശുക്രാചാര്യനോട് ചോദിച്ചു, ഞങ്ങൾ അസുരന്മാരല്ലേ, ഞങ്ങൾ ഭക്തി ചെയ്താൽ ഭഗവാൻ അനുഗ്രഹിക്കുമോ ചോദിച്ചപ്പോൾ ഭഗവാനക്ക് അസുരൻ ദേവൻ എന്ന ഭേദമില്ലേ. തമിഴിൽ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, കുഴന്തയും ദൈവവും കൊണ്ടാടും ഇടത്തിൽ. ചെറിയ കുട്ടികളെയും ദൈവത്തെയും എവിടെയാണ് അവർ ലാളിക്കുന്നുവോ അവർ പോറ്റുന്നുവോ അവിടെ പോകും. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ യാഗം കൊണ്ട് സന്തോഷിപ്പിക്കുക. അത് വിശ്വജിത്ത് എന്ന പേരുള്ള യാഗം ചെയ്യിപ്പിച്ചു. തം ബ്രാഹ്മണ ഭഗവപ്രീയമാണാഃ അയാജയം വിശ്വജിതാത്രണാകം ജിഗീഷമാണം വിധിനാഭിഷിച്യ മഹാഭിഷേകേന മഹാനുഭാവാം. തം ബ്രാഹ്മണാഃ. ആ വിശ്വജിത്ത് യാഗം ചെയ്തപ്പോൾ അതിൽ നിന്നും ദിവ്യമായ തേര്, വില്ല്, കുതിരകൾ ഒക്കെ കിട്ടി. പിന്നെ ആചാര്യൻ ഒരു ശംഖും കൂടി കൊടുത്തു. ആ ശംഖും എടുത്ത് ബലിചക്രവർത്തി ദേവലോകത്തിൽ ശംഖധ്മാനം ചെയ്തപ്പോൾ ദേവന്മാർക്ക് പേടിച്ച് അവർ ബൃഹസ്പതി സ്വന്തം ആചാര്യനോട് പറഞ്ഞു, ബലിചക്രവർത്തി യുദ്ധത്തിന് വന്നിട്ടുണ്ട്, യുദ്ധത്തിന് പോകാൻ പഞ്ചാംഗം നോക്കി നല്ല മുഹൂർത്തം പറയണം. ഉടനെ ശുക്രാചാര്യൻ പഞ്ചാംഗം നോക്കി, ഒരു മുഹൂർത്തമേ നല്ല മുഹൂർത്തമുള്ളൂ, അത് യുദ്ധത്തിന് പോകാനുള്ള മുഹൂർത്തം ഇല്ലേ, ഓടി രക്ഷപ്പെടാനുള്ള മുഹൂർത്തമേ ഉള്ളൂ, ഓടി രക്ഷപ്പെട്ടോളൂ പറഞ്ഞു. അങ്ങനെ ദേവന്മാർക്ക് ദേവലോകം അപേക്ഷിച്ച് ഭൂലോകത്തിൽ ഭിക്ഷക്കാരായി സഞ്ചരിക്കുന്നു. ആ സമയത്താണ് ബലിചക്രവർത്തിക്ക് സ്വർഗം കിട്ടിയാലും ഇന്ദ്രൻ്റെ സ്ഥാനത്തിൽ കയറണമെങ്കിൽ, ഇന്ദ്രന ദേവരാജനായി മാറണമെങ്കിൽ 100 അശ്വമേധയാഗം ചെയ്താലേ ആ സ്ഥാനം കിട്ടുള്ളൂ. അതിനുവേണ്ടി വീണ്ടും ഭൂലോകത്തിൽ ഭൃഗുകച്ഛം എന്നൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ അത് ഭരുച്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നു. മുംബൈയിൽ നിന്നും ബറോഡ പോകുന്ന വഴിയിലാണ്. അവിടെ ആ നർമ്മദാ തീരമോ ആ ബലിചക്രവർത്തി യാഗം ചെയ്ത സ്ഥലമുണ്ട്. അവിടെ വച്ച് യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ദേവന്മാരുടെ അമ്മയായ അദിതി ദേവി ഭർത്താവോട് പ്രാർത്ഥിച്ചു, എൻ്റെ കുട്ടികൾ നന്നാവാൻ എന്തെങ്കിലും ഒരു മന്ത്രം, ഒരു വ്രതം ഉപദേശിക്കണം. അപ്പോഴാണ് അദ്ദേഹം പയോവ്രതം ഉപദേശിച്ചു. മീനമാസം ശുക്ലപക്ഷ പ്രഥമയിൽ നിന്നും ദ്വാദശി പര്യന്തം പാൽപ്പായസം നേദിച്ച് അത് തന്നെ ഭഗവാന് സമർപ്പിച്ച് സ്വയം അത് തന്നെ കഴിച്ചുകൊണ്ട് ചെയ്യുന്ന വ്രതമാണ് പയോവ്രതം എന്നാണ് പേര്. അത് ചെയ്തു. 12 ദിവസമേ ചെയ്തിട്ടുള്ളൂ. ഉടൻ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ മുന്നിൽ വീണ്ടും നമസ്കരിച്ചു. അവരോട് ഭഗവാൻ പറഞ്ഞു, ദേവമാതഃ ഭവത്യാമി, അമ്മേ വിഷമിക്കേണ്ട, ഇപ്പോൾ ബലിചക്രവർത്തിയോട് യുദ്ധം ചെയ്യാനുള്ള ശക്തി എനിക്കില്ലേ. എന്താ കാരണം? അവൻ്റെ കയ്യിൽ 3 നല്ല ഗുണം. ബ്രഹ്മണ്യൻ, വദാന്യൻ, സത്യസന്ധൻ. ബ്രാഹ്മണ ഭക്തനായി ഇരിക്കുന്നു. വദാന്യൻ, ആര് എന്ത് ചോദിച്ചാലും വാരിക്കോരി കൊടുക്കുന്നു. സത്യസന്ധനായിരിക്കുന്നു. നവിക്രമസ്തത്ര സുഖം ദദാതി. അവനോട് യുദ്ധത്തിന് പോയാൽ ശരിയാവില്ലേ. അഥാപി ഉപായോ മമദേവി ചിന്യ. നല്ലൊരു ഉപായം ഞാൻ പറഞ്ഞു തരാം. ഞാൻ നിൻ്റെ പുത്രനായി ജനിച്ച് ആ ബലിചക്രവർത്തിൻ്റെ കയ്യിൽ നിന്നും ദാനമായി മേടിച്ച് ആ സ്വർഗം നിൻ്റെ പുത്രന്മാർക്ക് തരാൻ പറഞ്ഞ്, ഈ വിഷയം വേറെ ആരോട് പറയേണ്ട, നിനക്ക് പുത്രനായി ജനിക്കുന്ന കാര്യം വേറെ ആരോട് പറയേണ്ട പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. ഇപ്പോഴാണ് അതിലേക്ക് സങ്കടമായി. എന്താ വേറെ ആളോട് പറയേണ്ട പറഞ്ഞാൽ, ഇത് രഹസ്യം വേറെ ആളോട് പറയേണ്ട പറഞ്ഞാൽ മതി. പിന്നെ ആ സ്ത്രീ ചെയ്യും, ഒരു അടുത്ത സ്ത്രീയോട് നിനക്ക് ഒരു രഹസ്യം അറിയാവോ, ഞാൻ പറയാം എന്നാ പറഞ്ഞ് ആ രഹസ്യമായിട്ട് ഇത് ഭർത്താവോട് എങ്ങനെ പറയും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഭർത്താവ് സ്വയം തൻ്റെ സമാധിയോഗേന കശ്യപസ്തത അബുദ്ധിത. തൻ്റെ സമാധി യോഗബലം കൊണ്ട് അദ്ദേഹം ഭഗവാൻ അവതാരം ചെയ്യാൻ പോകുന്ന കാര്യം മനസ്സിലാക്കി. കുറച്ചു കാലം തപസ് ചെയ്ത ശേഷം ഒരു നല്ല മുഹൂർത്തത്തിൽ ചിങ്ങമാസം ഓണം നക്ഷത്രത്തിലാണ് ഭഗവാന്റെ അവതാരം. ഇച്ഛം വിരിഞ്ചസ്തുതകർമ്മവീര്യ പ്രാദുർബഭൂവാമൃതഭൂരദിത്യ ചതുർഭുജ ശംഖഗദാബ്ജചക്രഃ പിശങ്കവാസാനവിനായതേ ക്ഷണഃ. ചതുർഭുജ ശംഖചക്ര ഗദാപത്മധാരിയായി ഭഗവാൻ ദർശനം കൊടുക്കുന്നു. അതിഥിയും കശ്യപനും നമസ്കരിച്ചു. പിന്നെ പ്രാർത്ഥിച്ചു,
ഇത്ര വലിയ രൂപം കാണിച്ചാൽ ഞങ്ങൾ എങ്ങനെ ഉണ്ണിയായി വിചാരിക്കും? ചെറിയ ഉണ്ണിയായി മാറണമെങ്കിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ത്വം തക്ഷണം വട്ടുതമം വട്ടുരൂപമാധാഹ 7 വയസ്സ് പ്രായത്തിലുള്ള ഉണ്ണിയായി മാറി. കാരണം ദാനം വാങ്ങണമെങ്കിൽ പൂണിലിട്ടാലേ ദാനം വാങ്ങാൻ പറ്റുള്ളൂ ബ്രാഹ്മണന്മാർക്ക്. പൂണിലിടണമെങ്കിൽ 7 വയസ്സ് ആവണം മിനിമം. 7 വയസ്സ് ശരിക്കും 7 വയസ്സിൽ ഇടേണ്ടതാണ്. കുറച്ച് ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ 5 വയസ്സ് തന്നെ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗർഭാഷ്ടമത്തിൽ ഉപനയനം ചെയ്യാൻ പാകത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തപ്പോൾ അവിടെ വന്ന ദേവന്മാർക്ക് ഭഗവാനെ സമ്മാനിച്ചു. തം വടും വാമനം ദൃഷ്ട്വാ മോദമാനാ മഹർഷയഃ കർമാണി കാരയാമാസ പുരസ്കൃത്യ പ്രജാപതിം. അതിൽ ഗായത്രി മന്ത്ര ഉപദേശമാണ് പ്രധാനം. അത് സാക്ഷാത് സൂര്യൻ തന്നെ ഉപദേശിച്ചു. പിന്നെ ബ്രഹ്മചാരി മാന്തോൾ ഇങ്ങനെ ധരിക്കണം. ആ മാന്തോൾ ഭൂമിദേവി കൊടുത്തു. പിന്നെ അരക്കട്ടിൽ ഒരു ദർഭ കൊണ്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കി കെട്ടണം. അത് കശ്യപൻ സമർപ്പിച്ചു. പിന്നെ സോമദേവൻ ദണ്ഡം കൊടുത്തു. അമ്മ കോണഹം അടുപ്പിച്ചു. ആകാശരാജൻ കൊട കൊടുത്തു. ബ്രഹ്മാവ് കമണ്ഡൽ കൊടുത്തു. സപ്തഋഷീശ്വരന്മാർ ദർഭ കൊടുത്തു. സരസ്വതി ദേവി സ്ഫടികമാല കൊടുത്തു. കുബേരൻ ഭിക്ഷാപാത്രം കൊടുത്തു. ഭിക്ഷ ചോദിച്ച് കഴിക്കാം. അതിനു വേണ്ടി ഭിക്ഷാപാത്രം യക്ഷരാജൻ കുബേരൻ കൊടുത്തു. ഭിക്ഷ അമ്മയുടെ അടുത്താണ് ചോദിക്കണം ആദ്യം. അമ്മയുടെ അടുത്ത് ആദ്യം ചോദിക്കണം പറയാൻ എന്താ കാരണം? അമ്മ ഞാൻ എപ്പോൾ ചോദിച്ചാലും ഇല്ല പറയാറില്ല, എന്തെങ്കിലും തരും. ഇവിടെ അമ്മ കാത്തിരിക്കുമ്പോഴാണ് സഹോദരിയായ ഭഗവതിയിൽ നിന്നും ഭിക്ഷ മേടിച്ചു. ഭിക്ഷാം ഭഗവതി സാക്ഷാത് മാതാൻ അംബികാ സതി. ചോട്ടാനിക്കര ഭഗവതിയിൽ നിന്നും ഭിക്ഷ സ്വീകരിച്ച് പിന്നെ വാമന ഭഗവാൻ ബലിചക്രവർത്തി യാഗശാലയ്ക്ക് ചെല്ലുന്നു. ഛത്രം സദണ്ഡം സജലം കമണ്ഡലം വിവേശവിഭ്രത് ഹയമേധവാട്ടം. ഛത്രം ദണ്ഡം ഇതൊക്കെ എടുത്തു പോകും. ഛത്രം എന്തിനാണ് പറയുന്നത്? ഛത്രം പരോഷ്മതീരണാർത്ഥമിവാദാനഃ ദണ്ഡഞ്ച ദാനവജനേഷ്വിവസന്നിധാനം. ഭട്ടത്തിൽ പറയുന്നു, ആരെങ്കിലും നമ്മളെ നോക്കിയാൽ അവരുടെ ദൃഷ്ടി ദോഷം അത് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഛത്രം വച്ചു. പിന്നെ ദാനവൻ അസുരന്മാരെ ശിക്ഷിക്കാൻ വേണ്ടി ദണ്ഡവും എടുത്ത് പുറപ്പെട്ടു വന്നു. ഈ ഭഗവാന്റെ തേജസ് കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്ന ഋഷീശ്വരന്മാർ പോലും ആരാണ് പറഞ്ഞതിന് അറിയാതെ വിഷമിക്കുമ്പോഴാണ് ബലിചക്രവർത്തി മനസ്സിലാക്കി. ദേവന്മാർക്കും ഋഷീശ്വരന്മാർക്കും അറിയാൻ പറ്റാതെ ഒരു ആളാണ് പറഞ്ഞത് മനസ്സിലാക്കി. പാദപൂജ ഒക്കെ ചെയ്തു. എന്തു വേണം ചോദിച്ചപ്പോഴാണ് വാമന ഭഗവാൻ പറഞ്ഞു 3 അടി മണ്ണ് വേണം. 3 അടി പറഞ്ഞാൽ എങ്ങനെയുള്ള 3 അടി? അപ്പോഴാണ് വാമന ഭഗവാൻ പറഞ്ഞു, എൻ്റെ കാലം കൊണ്ട് സംമിതാനി പദാമമ, എൻ്റെ ഈ ചെറിയ കാലം കൊണ്ട് 3 അടി മണ്ണ് വേണം പറഞ്ഞപ്പോൾ ബലിചക്രവർത്തി പരിഹാസം ചെയ്തു. അഹോ ബ്രാഹ്മണരായാൽ നിന്നെപ്പോലെ തന്നെ എൻ്റെ ബുദ്ധിയും ചെറുതായിപ്പോയി. ഞാൻ എല്ലാം കൊടുക്കാൻ തയ്യാറാണ്, എന്ത് വേണമെങ്കിലും ചോദിക്കൂ. ലോകാനാം ഏകമീശ്വരം, ലോകത്തിൻ്റെ ഈശ്വരനാണ് ലോകേശ്വരനായി ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ ചിരിച്ചു. കുറച്ച് സമയത്തിപ്പോൾ കാണാം നിൻ്റെ ഈശ്വരത്വം എന്ന് വിചാരിച്ച് ചിരിച്ചു. എൻ്റെ കാലം കൊണ്ട് തന്നെ 3 അടി വേണം പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് ദാനം കൊടുക്കാൻ തയ്യാറായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആചാര്യൻ ശുക്രാചാര്യൻ വിളിച്ചു, ഇവിടെ വരൂ. വന്ന ആളെ മനസ്സിലായി. ആരാണ് വന്നത്? ബ്രാഹ്മണൻ ഇല്ലേ, ബ്രഹ്മചാരി ഇല്ലേ? വന്നത് ആരാണ്? ദേവാദിദേവനാണ്, ഭഗവാൻ നാരായണനാണ്. പിന്നെ ബ്രഹ്മചാരി ഇല്ലേ, 3 വിവാഹം കഴിച്ച ആളാണ്. ശ്രീദേവി, ഭൂദേവി, ഈലാദേവി, അങ്ങനെയൊക്കെ പല ദേവികളെ വിവാഹം കഴിച്ച ആളാണ്. കൊടുക്കാൻ പാടില്ല. ഈ ശുക്രാചാര്യൻ എങ്ങനെ കണ്ടുപിടിച്ചു ചോദിച്ചാൽ മഹാലക്ഷ്മി മാരിടത്തും ഉണ്ടായിരുന്നു. മാന്തോൾ വെച്ചിങ്ങനെ മറച്ചു വെച്ചിരുന്നു. ബ്രഹ്മചാരി ഇങ്ങനെ മാന്തോൾ ഇടാറുണ്ടല്ലോ, അതുകൊണ്ട് മറച്ചു വെച്ചിരുന്നു. ബലിചക്രവർത്തി ദാനം ചെയ്യണം പറഞ്ഞപ്പോൾ ആ ബലിചക്രവർത്തിയെ നോക്കാൻ വേണ്ടി ആ മാന്തോൾ നീക്കി മഹാലക്ഷ്മി നോക്കുന്ന സമയത്താണ് ശുക്രാചാര്യൻ അത് നോക്കി മനസ്സിലാക്കി വന്നാൽ ബ്രാഹ്മണൻ ഇല്ല. മാത്രമില്ല, സാധാരണ ബ്രാഹ്മണന്മാർ മതി പറയാറില്ല. എത്ര കൊടുത്താലും മേടിക്കും. 1,00,000 രൂപ കിട്ടിയാൽ അതുകൂടി മേടിച്ച് വെച്ച് പിന്നെ വണ്ടിക്കൂലി 100 രൂപ പ്രത്യേകം കുറച്ചുകൂടി മേടിക്കും. അപ്പോൾ കൂടുതൽ എല്ലാവർക്കും തൃപ്തിയില്ല, പ്രാധാന്യം. അപ്പോൾ മതി പറയുമ്പോൾ ആരാ പറയും?
നിത്യതൃപ്തനെ പറയുള്ളൂ. നിത്യതൃപ്തനാണ് ഭഗവാനാണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട പറഞ്ഞത്. ബലിചക്രവർത്തി പറഞ്ഞു, ഞാൻ കൊടുക്കാൻ പറഞ്ഞു പോയല്ലേ, എങ്ങനെ നുണ പറയും? കുഴപ്പമില്ലേ, ചില ദിക്കിൽ ചില ആളുകളോട് നുണ പറഞ്ഞാൽ ദോഷമില്ലേ. ഇവിടെ ശുക്രാചാര്യൻ പറയുന്നു, സ്ത്രീഷുണർമ്മ വിവാഹേച്ച വൃത്യർത്ഥേ പ്രാണസങ്കടേ. സ്ത്രീകളോട് നുണ പറയാം. സ്ത്രീകൾ പറഞ്ഞാൽ എല്ലാ സ്ത്രീകളോട് പറയാൻ പറ്റില്ല. സ്വന്തം ഭാര്യയോട് പറയാം, നിന്നെപ്പോലെ സുന്ദരി ലോകത്തിൽ വേറെ ആളില്ലേ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. സ്ത്രീഷു നർമ്മ, ഒരു തമാശയ്ക്ക് സുഹൃത്തിനോട് നുണ പറയാം. ഒരു കല്യാണം നടത്താൻ വേണ്ടി നുണ പറഞ്ഞാൽ കുഴപ്പമില്ല. ആപത്ത് കാലത്തിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ബലിചക്രവർത്തി പറഞ്ഞു, ആപത്ത് കാലത്തിൽ നുണ പറയണമെന്ന് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിരിക്കില്ല. ബലിചക്രവർത്തി മുത്തശ്ശനാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദനെ ഹിരണ്യകശിപു പേടിപ്പിക്കുമ്പോൾ ഈ തൂണിൽ ഭഗവാൻ ഉണ്ടോ ചോദിക്കുന്ന സമയത്ത് പ്രഹ്ലാദൻ എന്ത് പറയണം? അച്ഛാ, എന്നെ തള്ളരുതേ, ആ തൂണിൽ മുമ്പാറ്റി ഒന്നും അറിഞ്ഞുകൂടാൻ കരയേണ്ട 5 വയസ്സ് കുട്ടിയാണ്. എൻ്റെ തല വെട്ടിയാലോ കുഴപ്പമില്ല, ആ തൂണിൽ ഭഗവാനുണ്ട്, സത്യം പറഞ്ഞില്ലേ, അതിനു വേണ്ടിയല്ലേ ഭഗവാൻ ചാടി പുറപ്പെട്ടു. സത്യം വിധാതം നിജപിടിച്ച ഭാഷിതം. ആ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ് ഞാൻ. പ്രഹ്ലാദി കിതവോ യഥാ. ആ ഭഗവാൻ എന്നെ താഴെ വെച്ചോട്ടെ അല്ലെങ്കിൽ മേലെ വെച്ചട്ടെ, ആ ഭഗവാൻ എന്ത് ചെയ്താലും ശിക്ഷിച്ചാലും രക്ഷിച്ചാലും ഞാൻ തയ്യാറാണ് പറഞ്ഞത്. ബലിചക്രവർത്തി ദാനം ചെയ്യാൻ പുറപ്പെട്ടു. അപ്പോൾ ശുക്രാചാര്യൻ ശ്രമിച്ചു, ഐശ്വര്യം നഷ്ടമാവട്ടെ. ബലിചക്രവർത്തി സന്തോഷിച്ചു. എന്തായാലും ഒരു ദിവസം പൈസ നമ്മളെ വിട്ട് പോകും, അത് ഒരാളുടെ കയ്യിൽ കൊടുത്തു പോയാൽ നമുക്ക് സൗകര്യമായി വിചാരിച്ച് ദാനം ചെയ്യാൻ തയ്യാറായി. ഇത് കണ്ടപ്പോൾ ദേവന്മാർ പൂക്കൾ വെച്ചിരുന്നു. ആർക്കാണ്? വാമന ഭഗവാനൊക്കെ ഇടാൻ വേണ്ടി. ധൈര്യമായിട്ട് ദാനം ചെയ്യുന്ന ബലിചക്രവർത്തിയെ കണ്ടപ്പോൾ ദേവന്മാർക്ക് എന്ത് ചെയ്തു? എല്ലാ പൂക്കളും ബലിചക്രവർത്തിക്ക് ഇട്ടു. തഥാ അസുരേന്ദ്രം ദിവി ദേവതാഗണാഃ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഃ തത്കർമ്മ സർവേപി ഗൃണന്ത ആർജവം പ്രസൂണവർഷൈഃ വവർഷുഭോ മുദാന്വിതാഃ. ദേവന്മാർക്ക് ബലിചക്രവർത്തിക്ക് പുഷ്പാഭിഷേകം നടത്തി. പൂമൂടൽ പറയാറുണ്ടല്ലോ, അങ്ങനെ പൂ കണ്ടു. അപ്പം മൂടൽ പോലെ പൂ കൊണ്ട് അഭിഷേകം ചെയ്തപ്പോൾ ആ പൂക്കളെ മാറ്റി കണ്ടപ്പോഴാണ് വാമനൻ അവിടെ ഇല്ലേ. ഭഗവാൻ ത്രിവിക്രമായി വളരാൻ തുടങ്ങി. തൻ്റെ വളത്തേക്കാൾ കൊണ്ട് ഭൂമി അളന്നു. ഇടത്തേക്കാൾ ഉയർത്തിയപ്പോൾ അത് ഭുവർലോകം, മഹർലോകം, ജനലോകം, തപോലോകം കടന്ന് സത്യലോകത്തിൽ ബ്രഹ്മാവിൻ്റെ അടുത്ത്, ആ ബ്രഹ്മലോകത്തിൽ ആ ഭഗവാന്റെ പാദം എത്തി. ഉടനെ ബ്രഹ്മാവ് കിണ്ടിയിൽ വെള്ളമെടുത്ത് ഭഗവാനെ പൂജിച്ചു. അങ്ങനെ ബ്രഹ്മാവ് പൂജിച്ച വെള്ളമാണ് ഇപ്പോഴും നമുക്ക് ഗംഗയായി ഒഴുകി ഓടി വരുന്നു. വീണ്ടും ശരീരരൂപം സ്വീകരിച്ച് 3ാമത്തെ അടി എവിടെ ചോദിച്ചപ്പോഴാണ് ബലിചക്രവർത്തി തൻ്റെ അഹങ്കാരം നീങ്ങി തല താഴ്ത്തി 3ാമത്തെ അടിയായി എന്നെ തന്നെ സ്വീകരിക്കണേ. യദ്യുക്തമശ്ലോകഭവാന്മമേരിതം വചോ വ്യലീകം സുരവർയമന്യതേ കരോമ്യതം തന്ന ഭവേത് പ്രളംബനം പദം തൃതീയം കുരു ശീർഷ്ണിമേ നിജം. ഉത്തമൻ എന്നാണ് ഇവിടെ ഭഗവാനെ വിളിക്കുന്നത്. ഓങ്കി ഉളകളത്ത ഉത്തമൻ. ഉത്തമൻ പറഞ്ഞാൽ അർത്ഥം അടുത്തവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം സുഖം മാറ്റിവെക്കുന്ന ആളാണ്. തനിക്ക് സങ്കടം വന്നാൽ കുഴപ്പമില്ല, അടുത്തവർ നന്നാവണം വിചാരിക്കുന്നവർ ഉത്തമൻ. താനും വാഴണം, അടുത്തവനും വാഴട്ടെ വിചാരിച്ചാൽ മധ്യമൻ. തൻ്റെ സുഖത്തിന് വേണ്ടി അടുത്തവർക്ക് സങ്കടം കൊടുക്കുന്നവരാണ് അധമന്മാർ. ഇപ്പോൾ ഉത്തമൻ പറയേണ്ട കാരണം ഭഗവാനത് ദാനം വാങ്ങേണ്ട ആവശ്യമില്ല. മഹാലക്ഷ്മി ഭർത്താവാണ്. മഹാലക്ഷ്മി ഭർത്താവായ ഭഗവാൻ ദാനം വാങ്ങുന്ന രീതിയിൽ തൻ്റെ പെരുമ കുറച്ച് ബലിചക്രവർത്തി പോലെ ദാനം ചെയ്യുന്ന വേറെ ആൾ ഇല്ലേനും ബലിചക്രവർത്തിയെ പെരുമ കാണിക്കാൻ വേണ്ടിയാണ് തൻ്റെ പെരുമ കുറച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഉത്തമൻ പറയുന്നു. ഈ ചെറിയ കാലുകൊണ്ട് എന്നെ സ്വീകരിക്കണേ പറഞ്ഞപ്പോൾ തൻ്റെ 3ാമത്തെ അടിയായി ബലിചക്രവർത്തിയെ സ്വീകരിച്ചു. പിന്നെ ബലിചക്രവർത്തിയോട് ഭഗവാൻ പറഞ്ഞു, സുതലം ഒരു സ്ഥലമുണ്ട് പാതാളത്തിൽ, അവിടെ പോയി ഇരുന്നോളൂ, സുഖമായിട്ട് ജീവിച്ചോളൂ. ബലിചക്രവർത്തി പറഞ്ഞു, അത് വേണ്ട, നിങ്ങളുടെ പാദതലം മതി. ആ കാല് പിടിച്ച് കാല് എടുക്കാൻ സമ്മതിക്കാൻ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നു. പിന്നെ ഭഗവാൻ പറഞ്ഞു, അടുത്ത മൺമന്ദിരത്തിൽ നിന്നെ ഇന്ദ്രനാക്കാം. അതും വേണ്ട, ഈ പാദം തന്നെ എനിക്ക് മതി. കാല് വെച്ച സ്ഥലത്തിൽ പെട്ടെന്ന് കാല് പിടിച്ച് വെച്ചു കളയും, എടുക്കാൻ സമ്മതിക്കുന്നില്ല. വീണ്ടും ഭഗവാൻ പറഞ്ഞു, നീ സുതരലോകത്തിൽ നിൻ്റെ മുത്തശ്ശനായ പ്രഹ്ലാദനോട് ഭാഗവതം വായിച്ചിരുന്നോളൂ. നിൻ്റെ വീട്ടിൽ കാവൽക്കാരനായി ഞാൻ തന്നെ അവിടെ വരാം. ഈ കഥ ഞാനെല്ലാം മാറ്റി പറയുന്നു. ചെറിയ കാല് കാണിച്ച് വലുതാക്കി
പിന്നെ വെളിച്ചെണ്ണ തലയിൽ കാള് വെച്ച് അമർത്തി പാതാളത്തിൽ കൊണ്ടാക്കി എന്നൊക്കെ പറയും. ശരിക്കും ഈ കഥ ദാനം വാങ്ങിയ കഥയില്ലേ, ദാനം കൊടുത്ത കഥയാണ്. എന്ത് ദാനം കൊടുത്തു? തന്നെ ദാനമായി കൊടുത്ത ആളാണ്. ദാനം വാങ്ങാൻ പോയ ആളാണ് ഭഗവാൻ. ദാനം വാങ്ങാൻ വേണ്ടി പുറപ്പെട്ട ഭഗവാൻ അവസാനം തന്നെ വെളിച്ചക്രതത്തിക്ക് ദാനമായി കൊടുത്ത് അവൻ്റെ വീട്ടിൽ കാവൽക്കാരനായി ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് കേരളീയർ കൂടുതൽ ഈ വാമനാവതാരം ആഘോഷിക്കുന്നു ചിങ്ങമാസം ഓണം ദിവസം. എന്താ കാരണം? അങ്ങനെ ഭക്തനുക്ക് അടിമയായി ഇരിക്കുന്ന അവതാരമാണ് ഈ വാമന അവതാരം. മാത്രമല്ല, ബാക്കി അവതാരങ്ങൾ കഴിഞ്ഞ് ഭഗവാൻ മടങ്ങിപ്പോയി വീണ്ടും വൈകുണ്ഠത്തിലേക്ക്. വാമനാവതാരത്തിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. പിന്നെ കേരളീയർ വാമനാവതാരം ആഘോഷിക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം വാമനാവതാരം കേരളീയരെ പോലെയാണ്. കേരളീയ കയ്യിൽ എപ്പോഴും കുട വെച്ചിട്ട് നടക്കും. വാമനഭഗവാൻ കയ്യിലൊരു കുട വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോലെ ഉള്ള അവതാരം വിചാരിച്ചിട്ടുണ്ടാവാം. പിന്നെ ഈ വാമനാവതാരത്തിൽ വാമന ഭഗവാനക്ക് നേന്ത്രപ്പഴം, അതാണ് എത്തമ്പഴം, അതാണ് എരിക്കാറുണ്ട്. നേന്ത്രപ്പഴം എന്ന് പറയാൻ എന്താ കാരണം? അവിടെ തൃക്കാക്കരാപ്പൻ്റെ അടുത്ത് ഒരു വാഴത്തോട്ടം ഉണ്ടായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റ് വന്നപ്പോൾ ആ ഭക്തൻ പ്രാർത്ഥിച്ചു, വാമന ഭഗവാനെ എൻ്റെ വാഴത്തോട്ടം ഒന്ന് രക്ഷിച്ച് തരണേന്ന് പ്രാർത്ഥിച്ചു. തൃക്കണ്ണാൽ ഒന്ന് നോക്കണേ. അപ്പോൾ ഭഗവാൻ തൻ്റെ നേത്രം കൊണ്ട് നോക്കി ആ വാഴക്കുളകളൊന്നും ഛിന്നം ആവാതെ, അത് ഭിന്നമാവാതെ അത് രക്ഷിച്ചു കൊടുത്തു. അങ്ങനെ രക്ഷിച്ച് ഭഗവാന്റെ നേത്രം കൊണ്ട് രക്ഷിച്ചത് കൊണ്ടാണ് അത് നേത്രം പഴം. അത് പറഞ്ഞ അവസാനം നേത്രം പഴം അതിൻ്റെ പേര് ഇങ്ങനെ മാറി. അല്ല, ഏത്തം പഴം എന്ന് പറയും. എന്തുകൊണ്ട് ഈ ഏറ്റം? ഭഗവാന്റെ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഏറ്റം പെരുമ കിട്ടി പറയേണ്ടി വരും. അങ്ങനെ വാമന ഭഗവാൻ ഭഗവാൻ പല രൂപം സ്വീകരിക്കാമില്ലേ? ഒരു രൂപം സ്വീകരിച്ച് ഭഗവാൻ വാമനൻ വെളിച്ചക്രത്തിനൊപ്പം ചെന്നു. പിന്നെ വേറൊരു രൂപം സ്വീകരിച്ച് ഉപേന്ദ്രൻ എന്ന പേരിൽ ഇന്ദ്രൻ്റെ ഒപ്പം സ്വർഗത്തിലേക്ക് ചെന്നു. അവിടെ ഇന്ദ്രൻ ഉപേന്ദ്രനക്ക് പട്ടാഭിഷേകം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാമനാവതാരം സമർപ്പിക്കുന്നു. ഈ വാമനാവതാരം കേൾക്കുന്നവർക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും വിമോചനം ഉണ്ടാകും. പിന്നെ നമ്മുടെ കർമ്മങ്ങൾ, ദൈവകർമ്മം, പിതൃകർമ്മം, അതേപോലെ മനുഷ്യകർമ്മം, ഏത് കർമ്മത്തിലും ക്രിയമാണേ കർമ്മണീതം ദൈവേ വിദ്യേജമാനുഷേ എത്ര എത്രാണ് കിത്യേത തത്തേഷാം സുഹൃതം വിദുഹു. ഈ വാമനാവതാരം സാധിച്ചാൽ ആ കർമ്മം സഫലമാകും എന്ന് പറയുന്നു. ഇത് വേദം രക്ഷിച്ച അവതാരമാണ്. ഇത് വേദം പറഞ്ഞ അവതാരമാണ്. വേദത്തിൽ ഇടയ്ക്ക് ഈ വാമന ഭഗവാനെയാണ് പറയുന്നത്. ഇതം വിഷ്ണുർവിചക്രമേ ത്രേധാനിദധേ പദം. ഭഗവാൻ 3 അടി അളന്നു. ഷണ്ണോ വിഷ്ണുരുക്രമ. ആ ത്രിവിക്രമനായ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. അങ്ങനെ വേദത്തിൽ പറഞ്ഞ അവതാരം പറഞ്ഞപ്പോഴാണ് വേദം രക്ഷിച്ച അവതാരം കൂടി ഓർമ്മ വന്നു. ഇവിടെ ശ്രീധരസ്വാമികൾ പറയുന്നു, ആദ്യം ചെറുതായി വന്ന് വലുതായതാണ് ഈ വാമനാവതാരം. ചെറുതായി വന്ന് പിന്നെ വലിയ രൂപം സ്വീകരിച്ചിൽ എത്തിയിട്ടുണ്ടായി. അതേപോലെ ചെറിയ മീനായി വന്ന് വലിയ മീനായി ആയ അവതാരം, മത്സ്യാവതാരം കൂടി പറഞ്ഞിട്ടാണ് ഈ അഷ്ടമസ്കന്ധം സമർപ്പിക്കുന്നു. മത്സ്യഭഗവാൻ പണ്ടേ അവതാരം ചെയ്തതാണ്. പക്ഷെ ഒരു ഭക്തനില്ലേ, ഒരു ഭക്തൻ വരുമ്പോൾ ഈ ഭഗവാനക്ക് പോലും പെരുമ. പണ്ട് ഗുരുവായൂർക്ക് ഒരാൾ വന്നില്ലേ, എപ്പോഴും ഗുരുവായൂരപ്പൻ കേമനായി, പൂന്താളം, വെട്ടത്തിരി, കുറൂരമ്മ, ഇങ്ങനെ ഭക്തന്മാരെ വന്നപ്പോൾ ഗുരുവായൂരപ്പനക്ക് ഒരു പെരുമ കിട്ടി. അതുപോലെ മത്സ്യഭഗവാനക്ക് ഒരു ഭക്തനില്ലേ. അങ്ങനെ ഭക്തനെ അന്വേഷിച്ചാണ് അദ്ദേഹം മധുര ദ്രവിഡദേശത്തിൽ പാണ്ഡ്യരാജാവോ സത്യവ്രതൻ, അദ്ദേഹം സന്ധ്യാനം ചെയ്യാൻ വേണ്ടി വെള്ളം കയ്യിൽ എടുത്തപ്പോൾ അതിൽ ഒരു ചെറിയ കുഞ്ഞ് മത്സ്യമായി ഭഗവാൻ വന്നു. എന്നെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചു. ഉടനെ തൻ്റെ ഗിണ്ടിലിട്ട് ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാരാജാവെ വിളിച്ചു. രാജാവ് പുറത്ത് നോക്കുമ്പോൾ ഈ അകത്ത് ഗിണ്ടിൽ ഞാനാണ് വിളിക്കുന്നു, എനിക്കിവിടെ സ്ഥലം പോരാ. കുടിക്കാനുള്ള പാത്രത്തിൽ അവിടെ ഇട്ടു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഹാരാജാവെ ഇവിടെ എനിക്ക് സ്ഥലം പോരാ. പിന്നെ ഒരു കിണറ്റിലിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാരാജാവെ എനിക്ക് സ്ഥലം പോരാ. അങ്ങനെ വളർന്ന് വരണം. പിന്നെ ഒരു കുളത്തിലിട്ടു. പിന്നെ വലുതായപ്പോൾ എന്ത് ചെയ്തു? സമുദ്രേ പ്രാക്ഷിപശേഷം, സമുദ്രത്തിൽ കൊണ്ടിടാൻ പോയപ്പോഴാണ് ആ മീന് ചോദിച്ചു, എന്നെ രക്ഷിക്കുമോ പ്രാർത്ഥിച്ചില്ലേ, എന്നെ സമുദ്രത്തിൽ ഇങ്ങനെ കൊണ്ടു തള്ളാവോ, സമുദ്രത്തിൽ കൊണ്ടിടാമോ ചോദിച്ചപ്പോഴാണ്
അവസാനം നിങ്ങൾ ആരാണ് ചോദിച്ചു. സാധാരണ മത്സ്യം സംസാരിക്കാറില്ലല്ലോ. നീ ആരാണ് ചോദിച്ചപ്പോഴാണ്, താങ്കൾ ആര് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ മത്സ്യഭഗവാനാണ്. 7ാമത്തെ ദിവസം പ്രളയം ഉണ്ടാവും, നിന്നെ രക്ഷിക്കാൻ ഞാൻ വന്നേക്കാം പറഞ്ഞ് 7ാമത്തെ ദിവസം പ്രളയം വന്നപ്പോൾ ഭൂമിദേവി തന്നെ ഒരു വഞ്ചിയായി, ഒരു തോണിയായി വന്നു. വാസുകിയെ ഒരു കയറാക്കി കൊമ്പുള്ള മത്സ്യമായി ഭഗവാൻ വന്നപ്പോൾ ആ കൊമ്പിൻ്റെ ഒരറ്റത്തിൽ വാസുകിൻ്റെ ഒരു ഭാഗം കെട്ടി, അടുത്ത ഭാഗം ആ വഞ്ചിയിലും കെട്ടി, ഋഷീശ്വരന്മാരുടെ സഹായത്തോടു കൂടി അടുത്ത ജന്മത്തിന് വേണ്ടി ബീജങ്ങളും കയ്യിലെടുത്ത് ഈ പ്രളയജലം വറ്റുന്നത് വരെ അവനക്ക് ഉപദേശം കൊടുത്തു ഭഗവാൻ. ആ പുരാണമാണ് മത്സ്യപുരാണമായിട്ട് അറിയപ്പെടുന്നു. അങ്ങനെ പ്രളയത്തിൽ നിന്നും രക്ഷിച്ച് ആ മത്സ്യഭഗവാനെ ഗുരുരൂപണയോടെ വർണ്ണിക്കുന്നു. അനാദ്യവിദ്യോപഹതാത്മസംവിദ തന്മൂല സംസാര പരിശ്രമാതുരാ എതിർച്ഛയേകോപസൃതായമാപ്നിയോ വിമുക്തിദോട പരമോ ഗുരുർഭവാൻ. അങ്ങനെ ഗുരുരൂപണായി ഭഗവാനെ സ്മരിക്കുന്നു. ഈ മത്സ്യഭഗവാനെ സ്മരിച്ചാൽ നമുക്കും നല്ല ജ്ഞാനമുണ്ടാവും. ഈ മത്സ്യഭഗവാനാണ് പണ്ട് ഹയഗ്രീവൻ പേരുള്ള അസുരൻ, കുതിരമുഖത്തിലിരുന്ന അസുരൻ വേദം കൊണ്ടുപോയപ്പോൾ തൻ്റെ കൊമ്പുകൊണ്ട് അവനെ കുത്തി വധം ചെയ്ത് വേദത്തിനെ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സ്യാവതാരം സമർപ്പിക്കുന്നത്. പ്രളയപയസിധാതും സുപ്തശക്തിർമുഖേഭ്യഃ ശ്രുതിഗണമപണീതം പ്രത്യുപാദത്തഹത്വാ ദിദിജമകഥയദ്യോ ബ്രഹ്മസത്യം വ്രതാനാം തമഹമഖിലഗേതും ജിഹ്മമീനം നതോസ്മി. ശ്രീഹരേ നമഃ. ജയ് ബോലോ മത്സ്യഭഗവാൻ കി ജയ്. ഒരു കീർത്തനം കൂടി പാടി നമുക്ക് സമാപിക്കാം. അമ്പാടി കണ്ണനെ ആലില കണ്ണനെ ഓടക്കോഴലോടി ഓടിവാ. 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 സർവത്ര
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുകീർത്തന ദീപാരാധന. जय बोल प्रेमिकेंद्र सद्गुरु महाराज की जय. जय जय भागवत